വളരെ വ്യക്തമല്ലേ അവിടെ ഉണ്ടായ സംഭവം. മുന്നിൽ നിന്ന് ഓടി വരുന്ന ഒരു ചെറുപ്പക്കാരൻ, അയാളെ പോലീസ് മാറ്റുന്നു. പക്ഷേ ആ സന്ദർഭത്തിൽ തന്നെയാണ് വലത്തെ സൈഡിൽ കൂടെ 3 ചെറുപ്പക്കാർ അവർ ഇതിനിടയിലേക്ക് കയറി മന്ത്രിയെ ആക്രമിക്കുന്നത്. അത് വീഡിയോഗ്രാഫ് പുറത്തു വരട്ടെ, ഒരു പ്രശ്നവും അതിനകത്തില്ല. കാരണം ഒരു ആക്രമണത്തെ നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ ഒരു കാരണവശാലും കഴിയത്തില്ല. ഇത് നിരപരാധിയായ ഒരു വനിതാ മന്ത്രിയെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. എത്ര പ്രചരണം നാടകമാണെന്നോ വ്യാജമാണെന്നോ ഒക്കെ പറഞ്ഞാലും ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ ജോർജ് തന്നെ ഏർപ്പെടുത്തിയ ആളുകളാണെന്ന് നാളെ ഇവർ പറഞ്ഞാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. വീണ ജോർജ് 4 പേരെ ഏർപ്പാട് ചെയ്തു തനിക്ക് പബ്ലിസിറ്റി കിട്ടാൻ. അങ്ങനെ വേണമെങ്കിൽ നാളെ പറയുന്ന ആളുകളാണ്. അതുകൊണ്ട് എന്തു ന്യായീകരണം, എത്ര വ്യാജ പ്രചരണം നടത്തിയാലും ഈ ക്രൂരമായ സംഭവം അതിൻ്റെ റിഹേഴ്സലായിരുന്നല്ലോ പത്തനംതിട്ടയിൽ നടന്നത്. പത്തനംതിട്ടയിൽ നേരിട്ടുള്ള ആക്രമണം, വീണ ജോർജിൻ്റെ പരിപാടി സ്ഥലത്ത് കയറി വന്ന് പൊളിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിഹേഴ്സലാണ്. പ്രതിപക്ഷ നേതാവ് കൊടുത്ത കൊട്ടേഷനാണ് ഈ ആക്രമണം. ഒരു സംശയം അക്കാര്യത്തിലില്ല. കേരളത്തിലെ ജനങ്ങൾ ഇതിനെ പരമപുച്ഛത്തോടു കൂടി തള്ളിക്കളയും.